ഗൈസ്, എൻ്റെ സർജറി കഴിഞ്ഞിട്ട് ഇന്ന് 1 ഇയർ ആവുകയാണ്. അതായത് എനിക്കൊരു ആക്സിഡൻറ്റ് ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ഇതേ സമയം സെപ്റ്റംബർ 21 ഈവനിങ് ഒരു 6:30 ടൈമിൽ ചാവക്കാട് ബീച്ചിലൊരു ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു. മോളുടെ സെക്കൻഡ് ബർത്ത്ഡേയുടെ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോയതായിരുന്നു. ഞാനും എൻ്റെ പാപ്പൻ്റെ മോനും മോളും കൂടിയിട്ടാണ് പോയത്. എൻ്റെ കുട്ടിയും പാപ്പൻ്റെ മോളും ഞാനും എൻ്റെ വണ്ടിയുമേ, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും അവളെ വണ്ടിയുടെ ഫ്രണ്ടിൽ നിർത്തിയിട്ടാണ് കൊണ്ടുവന്നത്. എന്തോ ഒരു ഭാഗ്യത്തിന് അനിയത്തി ഉണ്ടായ കാരണം അവളെ ബാക്കിൽ നിർത്തിയതാണ്. അതുകൊണ്ട് മാത്രം കുട്ടിക്കൊന്നും പറ്റിയില്ല. അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വണ്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ, ആ ആക്സിഡൻറ്റിൻ്റെ അവസ്ഥ കണ്ടാൽ തന്നെ ആ ഫ്രണ്ട് ഫുള്ള് പോയേക്കാണ്. അത് എൻ്റെ കുട്ടിക്കൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ പാപ്പൻ്റെ മോൾക്ക് വണ്ടി വീണത് അവളുടെ കാൽ തള്ളവിരലുമ്മയ്ക്കാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു ചെറിയ ഫ്രാക്ചർ ഉണ്ടായിരുന്നു. എൻ്റെ കുട്ടിയുടെ പാദസരം കാലുമ്മ കുടുങ്ങിയപ്പോൾ ഒരു കുഞ്ഞൊരു മുറിവുണ്ടായിരുന്നു. അല്ലാതെ ആക്സിഡൻറ്റിൽ എനിക്ക് മാത്രമാണ് ഇഷ്യൂ ഉണ്ടായിട്ടുള്ളൂ. അതായത് എൻ്റെ ഈ കൈയിൻ്റെ ഇത് മറ്റേ സ്റ്റീൽ റോഡ് പ്ലേറ്റ് ഇട്ടേക്കാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഉണ്ടാവുന്ന നമുക്ക് ഉണ്ടാവുന്ന ഈ മുഴ പോലത്തെ സാധനമില്ലേ, അത് ഇവിടുന്ന് ഇപ്പുറത്തേക്കായിട്ടുണ്ടായിരുന്നു. അതായത് ഈ എല്ല് പൊട്ടിയപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ഇങ്ങോട്ട് പോയി, ചെരിഞ്ഞു പോയി. അതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാം, അല്ല എക്സ്റേൻ്റെ ഇത് കാണിച്ചു തരാം. പിന്നെ അതുപോലെ തന്നെ ഈ ഇതില്ലേ, ഇവിടുത്തെ ഈ ലിഗ്മെൻറ്റ് കട്ടായി. പിന്നെ എൻ്റെ ഈ ഒരു 90% ഇത് കട്ടായിപ്പോയി. എല്ല് പൊട്ടിയില്ല ഈ വിരലിൻ്റെ, പക്ഷേ ഈ തൊലി 90% കട്ടായിപ്പോയി. അതുകൊണ്ട് നമ്മൾ അടുത്തുള്ള ഹയാത്ത് പറഞ്ഞ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് പ്ലാസ്റ്റിക് സർജറി വേണമെന്ന് പറഞ്ഞിട്ട് റെഫർ ചെയ്ത് തന്നെ എലൈറ്റിക്കാണ്, തൃശ്ശൂർ എലൈറ്റിക്കാണ്. അവിടെ നിന്നാണ് എൻ്റെ സർജറി രണ്ടും കഴിഞ്ഞത്. പ്ലാസ്റ്റിക് സർജറിയും അതുപോലെ ഈ പ്ലേറ്റ് വയ്ക്കുന്ന സർജറിയും കഴിഞ്ഞത് അവിടെ നിന്നാണ്. പിന്നെ അതുപോലെ തന്നെ ഈ സെൻറ്ററിൽ വിരലിൻ്റെ ഇവിടെ കട്ടായിട്ടുണ്ട്, എല്ലൊടിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെയും 2 എല്ലുകൾ ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു പ്ലാസ്റ്റിക് സർജറി, പിന്നെ ഈ മുഴ പോലത്തെ സാധനം അതിപ്പോഴും എനിക്ക് കറക്റ്റ്, അതായത് നമുക്ക് ഇവിടെയൊക്കെ കറക്റ്റായി നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു മുഴ വന്ന് നിൽക്കും, ഈ കണ്ടോ ഈ നിൽക്കുന്നത്. പക്ഷെ എനിക്കിതിവിടെ എപ്പോഴും കറക്റ്റായി നിൽക്കില്ല. അതായത് അവിടെ ഒടിഞ്ഞ് അപ്പുറത്തേക്ക് പോയതാണ്. പക്ഷെ എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല കേട്ടോ. പക്ഷെ എനിക്ക് എൻ്റെ ആ റിക്കവറി പീരീഡും ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. അതായത് റിക്കവറി പീരീഡ് എന്ന് പറഞ്ഞാൽ സർജറിയും ആക്സിഡൻറ്റും ആ ടൈമൊന്നുമല്ല. കുട്ടിക്ക് അന്ന് 2 വയസ്സായിരുന്നു. അതുകൊണ്ട് അവളെ നോക്കാനുള്ള കുറച്ച് ബുദ്ധിമുട്ട്, അതെൻ്റെ അമ്മയ്ക്കാണ് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളത്. ആ ഒരു ഇഷ്യൂ അല്ലാതെ പെയിനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് അധികമായിട്ടുണ്ടായിരുന്നില്ല. സർജറി കഴിഞ്ഞതിൻ്റെ അന്ന് നൈറ്റ് ആ മരുന്ന് വിടുമ്പോഴുള്ള വേദന ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ ആക്സിഡൻറ്റ് പറ്റിയ സമയത്ത് എൻ്റെ കൈ ഇങ്ങനെ ഒരു ഈ എല്ല് ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കയറി നിൽക്കുമ്പോൾ ഒരു കർവ് വരില്ലേ, ആ ഒരു ഷേപ്പിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതെനിക്കിങ്ങനെ കൈ അളക്കുമ്പോൾ ഒരു വേദന ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അപ്പോഴും, അതായത് എൻ്റെ ലൈഫിൽ ആദ്യത്തെ ആക്സിഡൻ്റ് ആണ്. ഇതുവരെ എൻ്റെ കൈയോടിയോ കാലോടിയോ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് എനിക്കത് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല എന്താണെന്നുള്ളത്. അതായത് ഒടിഞ്ഞേക്കാന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അടുത്തുള്ള ഹോസ്പിറ്റലിൽ ഉണ്ടായപ്പോൾ ഞാൻ അവരോട് ചോദിച്ചപ്പോൾ ഒടിഞ്ഞേക്കാണെന്ന് ചോദിച്ചപ്പോൾ അവർ എന്നോട്, ഞാൻ പേടിക്കുന്നു വിചാരിച്ചിട്ടാണോന്ന് അറിയില്ല, എന്നോടൊന്നും പറയുന്നുണ്ടായിരുന്നില്ല. അപ്പുറത്ത് ഹയാത്തിൽ പോയപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഒടിഞ്ഞേക്കാണെന്നുള്ളത്. കാരണം ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ ആക്സിഡൻറ്റിൽ ഇങ്ങനെ കൈ ആവണം, ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് വേറെ പരിക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല. ആ വണ്ടി ഓപ്പോസിറ്റിൽ നിന്ന് നമ്മളെ വണ്ടിയുമ്പോൾ നേരെ വന്ന് ആൾ ഓവർടേക്ക് ചെയ്താണ്. വേറൊരു ഓട്ടോനെ ഓവർടേക്ക് ചെയ്ത് എൻ്റെ വണ്ടിയുടെ ഹാൻഡിലുമേലാണ് നേരെ തെറ്റിയത്. അപ്പോൾ എൻ്റെ റൈറ്റ് ഹാൻഡ് നമ്മൾ ഹാൻഡിൽ പിടിച്ചിട്ടുള്ളടത്ത് നിന്ന് നേരെ ആളുടെ മിറർ വന്നിട്ട് എൻ്റെ കൈ പിടിച്ചു. അപ്പം ഞാൻ വീണപ്പോൾ ഞാൻ വലത്തെ കൈ കുത്തിയിട്ടാണ് വീണത്. എൻ്റെ അനിയത്തിയും എൻ്റെ മോളും ഉണ്ടായിരുന്നു. അവർക്കൊക്കെ ചെറിയ ഇതുണ്ടായുള്ളൂ. എനിക്ക് കൈയിൻ്റെ പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ പല്ലിന് കമ്പി ഇട്ടിട്ടുണ്ടായിരുന്ന ടൈമാണ്. അപ്പോൾ വീണപ്പോൾ ചുണ്ട് പൊട്ടി ബ്ലഡ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ കാല് മുട്ടൊക്കെ ഒന്ന് ചെറുതായിട്ട് പൊട്ടി, അല്ലാതെ വേറെ ഇഷ്യൂസൊന്നും ഉണ്ടായിരുന്നില്ല. ചെസ്റ്റൊക്കെ ഇടിച്ചിട്ടാണ് വീണത്. പക്ഷേ വേറെ ഇഷ്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല. അത് ഭയങ്കര സ്പീഡ് കുറവായിരുന്നു. അടിച്ചടിയിലല്ല എൻ്റെ വണ്ടിയുടെ ഹാൻഡിൽ ലോക്കായി. ഇതിൽ വണ്ടി തെറിച്ച് വീഴുകയോ അങ്ങനെ ഒന്നും ചെയ്തില്ല, നേരെ നിലത്തേക്ക് വീഴുകയോ ചെയ്തത്. അനിയത്തിയുടെ കാലുമ്മയ്ക്ക് വണ്ടിയുടെ സീറ്റിൻ്റെ ആ സെക്ഷൻ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അവളുടെ ആ ഒരു ഫ്രാക്ചർ, കാലിൻ്റെ തള്ളവിരലിൽ ഒരു ഫ്രാക്ചർ വന്നത് അങ്ങനെ. അപ്പോൾ ആ ഒരു ജേണിയാണ് ഞാൻ ഇന്നൊന്ന് കാണിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കുട്ടിയുടെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞ്, സെക്കൻഡ് ബർത്ത്ഡേ ഫോട്ടോഷൂട്ട് കഴിഞ്ഞ് ഞങ്ങൾ റിട്ടേൺ വീട്ടിലേക്ക് വരുന്ന ടൈമിലാണ് ഈ ഒരു ഇഷ്യൂ ഉണ്ടായത്. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ മോളുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുകയൊക്കെ ചെയ്തു. കൈമ്മ തെറ്റിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സെലിബ്രേറ്റ് ചെയ്തു. കാരണം നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്ന ഓരോ മൊമെൻറ്റ്സ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അതിനുവേണ്ടി നമ്മൾ ഫോട്ടോഷൂട്ട് എടുക്കാനും അതിനൊക്കെ പോയതാണ്. ആ ഒരു 1 ഇയർ കംപ്ലീറ്റ് ആവുകയാണ്. നെക്സ്റ്റ് മന്ത് പോയിട്ട് ഇതൊന്ന് സ്കാൻ ചെയ്തിട്ട് 1 ഇയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഊരണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നെക്സ്റ്റ് മന്ത് ഇനി ഊരണം. അതിന് മുന്നേ എനിക്ക് ഡ്രൈവിങ്ങിൻ്റെ ഒരു ടെസ്റ്റ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഊരുള്ളൂ. ഈ കയ്യിൻ്റെ ഇവിടെ ഒരു കമ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഇത് ഇപ്പുറത്തേക്ക് പോയ കാരണം, ഇവിടുത്തെ ഒരു സാധനം അപ്പുറത്തേക്ക് പോയ കാരണം, എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഇപ്പുറത്തേക്ക് പോയ കാരണം ഇവിടുത്തെ എൻ്റെ ഈ ലിഗ്മെൻ്റ് ഇല്ലേ, അത് വർക്ക് ചെയ്യില്ലായിരുന്നു. അത് ഇളക്കാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് ഈ ഒരു സൈഡിൽ കൂടെ ഇവിടെ ഒരു ചെറിയൊരു പാടുണ്ട്.
ഇവിടെ ഒരു കമ്പി ഇട്ടുണ്ടായി, ഞാൻ അതിൻ്റെ വീഡിയോ കാണിച്ചു തരാം. ആ കമ്പി ഇട്ടിട്ട് ഇപ്പുറത്ത് കൂടെ പുറത്തേക്ക് വന്നേക്കായിരുന്നു കമ്പി, ഇതിൽ കൂടെ ഇങ്ങനെ കയറ്റി പുറത്തേക്ക് കൂടെ അങ്ങനെ വന്നേക്കായിരുന്നു, ഇങ്ങനെ ഒരു കുളത്ത് പോലത്തെ ഒരു സാധനമൊക്കെ ആയിട്ട്. ആ ഒരു സംഭവം ഊരിയതിന് ശേഷം എനിക്ക് ലിഗ്മെൻറ്റ് കുറേ നാൾ, അതായത് ഒരു മാസം വർക്ക് ചെയ്യാതിരുന്നുകൊണ്ട്, ഇളകാൻ പറ്റാത്തതുകൊണ്ട്, അതായത് ഇവിടെ വരെ പ്ലാസ്റ്റർ ഉണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഈ ഒരു ഇളക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആ കമ്പി ഊരിയതിന് ശേഷമുള്ള ആ ഡേയ്സാണ് എൻ്റെ ലൈഫിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ള പെയിൻസിൽ കുറച്ച്, അതായത് ആക്സിഡൻറ്റ് പെയിൻസിൽ കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള പെയിൻ. ആ ഒരു പെയിൻ കടന്നു പോകാൻ വേണ്ടി ഞാൻ കുറേയൊക്കെ ട്രൈ ചെയ്തു. കാരണം വിരൽ ഇങ്ങനെ വെച്ച് ഇങ്ങനെ ആക്കാന്നല്ലാതെ എനിക്കിതിൻ്റെ അപ്പുറം പോകാൻ പറ്റില്ല. ഫസ്റ്റത്തെ 2 days 3 days ഒക്കെ. പിന്നെ ഡോക്ടർ എന്നോട് പറഞ്ഞു ഫിസിയോതെറാപ്പിക്ക് പോകണം, അല്ലാതെ ശരിയാവില്ല. ഞാൻ ആ സമയത്തൊക്കെ യൂട്യൂബ് വീഡിയോ ഒരുപാട് റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൈ ഒരിക്കലും പഴയ പോലെ ആവില്ലേ എന്നുള്ളൊരു പേടി എനിക്കുണ്ടായിരുന്നു. അതായത് തീരെ ഇളകുന്നില്ല കൈ, അപ്പം എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. അപ്പം ഞാൻ കുറേ റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതൊരു ഇംഗ്ലീഷ് ചാനലുള്ള ആളുടെ വീഡിയോ കണ്ടിട്ട് അപ്പം ഞാൻ കുറച്ച് ക്ലിപ്സ് എടുത്ത് വെച്ചാൽ ഞാനും യൂട്യൂബറിനും തുടങ്ങിയിട്ട് അതിലിട്ടാലോ എന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷേ അപ്പം അത് കഴിഞ്ഞ വർഷം കേട്ടോ, അപ്പോഴൊന്നും ഞാൻ തുടങ്ങിയിട്ടുണ്ടായില്ല. ഇപ്പം ഞാൻ കഴിഞ്ഞ മാസമാണ് തുടങ്ങിയത്. അപ്പോൾ ആ സമയത്ത് ഞാൻ എടുത്തു വെച്ച കുറച്ച് ക്ലിപ്സ് ഞാനിതിൽ ആഡ് ചെയ്ത് കാണിച്ചു തരാം. ഭയങ്കര സ്ട്രഗിൾ ആയിട്ടുള്ള ലൈഫ് തന്നെയാണ്. പക്ഷെ നമ്മൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അത് തിരിച്ചു വരും. അതായത് നോർമൽ ആക്സിഡൻ്റ് ആയിട്ട് ഇവിടെ പ്ലേറ്റ് റോഡ് ഇട്ട് കഴിഞ്ഞാൽ ഈ ഇത്ര ഇഷ്യൂ വരില്ല. പക്ഷെ എനിക്ക് ഈ ഒരു ലിഗ്മെൻ്റ് ഇളകാതിരുന്നില്ല, ആ ഒരു ഇഷ്യൂ ആണ്. അതുകൊണ്ടാണ് കൈ ഒരു തരത്തിലും എൻ്റെ കൈ ഇങ്ങനെ തിരിയില്ലായിരുന്നു. എത്ര ഡോക്ടറൊക്കെ പിടിച്ചിട്ടും എന്തായാലും, അതായത് ഒരു 1 month കഴിഞ്ഞിട്ട് പോലും എൻ്റെ കൈ തിരിയുണ്ടായിരുന്നില്ല. അങ്ങനെ ഫിസിയോതെറാപ്പി ചെയ്തിട്ടും അവിടെ ഭയങ്കര പെയിനാണ്. കാരണം ഡോക്ടർ നമ്മളെ കൈയൊക്കെ അങ്ങനെ പിടിച്ച് വലിക്കുമല്ലോ, അത്രയും പെയിനായിട്ടിരിക്കുന്ന സംഭവം പിടിച്ച് വലിക്കുമ്പോൾ അത്രയും പെയിനല്ലേ. പിന്നെ അതുപോലെ ഷോക്ക് തരലും കൈമ ചൂടാക്കലും. ഷോക്ക് തരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യിലേക്ക് ഇലക്ട്രിക് റോഡുകൾ വെച്ചിട്ട് അങ്ങനെ നമുക്ക് ഷോക്ക് കടത്തി വിട്ടിട്ട് വിരൽ ഓട്ടോമാറ്റിക്കലി അളക്കാനൊക്കെ ചെയ്യില്ലേ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷെ അത് ചെയ്ത് ഞാനൊരു മാസം കഴിഞ്ഞപ്പോൾ ഞാൻ നിർത്തി. കാരണം എനിക്ക് പറ്റുന്നില്ല വേദന എടുത്തിട്ട്. പിന്നെ ഞാൻ എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ ഞാൻ ട്രൈ ചെയ്തു. പിന്നെ അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ യൂസ്ഡ് ആവുന്നതിനനുസരിച്ചിട്ട് വേദന എടുത്തിട്ട് ഇനി അത് ശരിയാവുള്ളൂ. യൂസ്ഡ് ആവുന്നതിനനുസരിച്ചിട്ട് ഓട്ടോമാറ്റിക്കലി അത് ഓക്കെ. എല്ലാവർക്കും ഈ കൈ ഇളകാതിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ടെൻഷൻ ഉണ്ടാവില്ലേ, എന്താ ഇനി നമുക്ക് ഇങ്ങനെ തന്നെ ആവോ, അങ്ങനത്തെ ഒക്കെ ഒരു പേടി ഉണ്ടാവില്ലേ. പക്ഷെ അതിൽ നിന്നൊക്കെ ഞാൻ റിക്കവർ ചെയ്ത് ഒരു ചെറിയ 3 months ഉള്ളിൽ ഫുള്ളായിട്ട് September 21 ഉണ്ടായത്. അതായത് കഴിഞ്ഞ വർഷം ഇതേ സമയമാണ് ഉണ്ടായത്. ഒക്ടോബറിൽ അത് കട്ട് ചെയ്തു, കൈമത്തെ പ്ലാസ്റ്റർ കട്ട് ചെയ്തു. ഒരു നവംബർ ലാസ്റ്റ് ഒക്കെ ആകുമ്പോഴേക്കും, നവംബർ 2nd week ഒക്കെ ആകുമ്പോഴേക്കും ഞാൻ ഫിസിയോതെറാപ്പിക്ക് തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ഒരു 1 month, ഡിസംബർ പകുതി ആകുമ്പോഴേക്കും ഓക്കെ. ഡിസംബർ ലാസ്റ്റ് ആകുമ്പോഴേക്കും ഞാൻ ഓട്ടോമാറ്റിക്കലി കൈയൊക്കെ തിരിച്ച് എത്ര വേദന സഹിച്ചിട്ടായാലും വേണ്ടില്ല, കൈ തിരിച്ച് ഞാൻ അത് ഓക്കെ ആക്കി. കാരണം ഡോക്ടർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കിനി വണ്ടി ഓടിക്കാൻ പറ്റില്ല എന്ന്. അതായത് മര്യാദയ്ക്ക് ആയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് നമ്മൾ ചെയ്യണ ടൈമിൽ ചെയ്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരിക്കും തോറും നമുക്ക് ഈ ലിഗ്മെൻറ്റ് ടൈറ്റ് ആവുള്ളൂ. അതുകൊണ്ട് വണ്ടി ഓടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സീനായി. ഇപ്പം എനിക്ക് കയ്യിനൊരു കുഴപ്പമില്ല കേട്ടോ, ഓട്ടോമാറ്റിക് എല്ലാം ഈ കൈ പോലെ തന്നെ എല്ലാം ഓക്കെ. ഈ വിരലിന് ചെറിയ വളവുണ്ട്, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്ലാസ്റ്റിക് സർജറി ചെയ്തതല്ലേ. അപ്പോൾ ഈ കൈ ഇളക്കണമായിരുന്നു 15 ദിവസം കഴിഞ്ഞ്. പക്ഷേ എൻ്റെ കൈ ഒറ്റ പ്ലാസ്റ്റർ ആയിരുന്നു, അതുകൊണ്ട് 30 ദിവസം കഴിഞ്ഞിട്ടാണ് അത് ഊരിയത്. ആ ഒരു സീനുള്ളതുകൊണ്ട് ഇവിടെ ഒരു ചെറിയ വളവുണ്ട്. അതൊക്കെ ഞാൻ മറ്റേ ലിപ്സ്റ്റിക്കിൻ്റെ ഒക്കെ മൂടിയില്ലേ, അതൊക്കെ ഇട്ടിട്ടാണ് ഈ വളവൊക്കെ നിർത്തിയത്. ഇങ്ങനെ നിൽക്കുള്ളൂ എൻ്റെ കൈ, എന്തൊക്കെ ചെയ്താലും ഇങ്ങനെ നിൽക്കുള്ളൂ. എല്ലാ വിരലും നേരെന്നാലും ഈ വിരൽ മാത്രം ഇങ്ങനെ നിൽക്കുള്ളൂ. അപ്പോൾ അത് ഞാൻ പ്ലാസ്റ്റർ ഇട്ടാലോ എന്ന് വരെ വിചാരിച്ച വിരലും അത് നേരെ ആവാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ അത് സെറ്റാക്കി എടുത്തു. ഇപ്പം എനിക്ക് ഇഷ്യൂ ഒന്നുമില്ല. പക്ഷെ വണ്ടിയുടെ ആക്സിലേറ്ററൊക്കെ കൂട്ടുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു പെയിൻ എടുക്കും. റോഡ് എവിടെയുള്ളതെന്ന് എനിക്കറിയില്ല, ഇവിടെ ഒരു പെയിൻ എടുക്കും. ഒന്നര ഷൂട്ട് മുതൽ ആക്സിഡൻറ്റ് കഴിഞ്ഞ് പിറ്റേ ഈ കൈമത്തെ ഫിസിയോതെറാപ്പി കഴിഞ്ഞ് ഞാനൊന്ന് ഓക്കെ ആവണ വരെയുള്ള ചെറിയ ക്ലിപ്പിങ്സ് ഞാനിതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അലനുരയുമൊരരുവേലൊരു ചെറുമണി മരനിഴലിൽ വെല്ലുരിച്ച് കസവ് തുന്നുമറിയ ചിത്രശലഭം. അലനുരയുമൊരരുവേലൊരു ചെറുമണി മരനിഴലിൽ വെല്ലുരിച്ച് കസവ് തുന്നുമറിയ ചിത്രശലഭം.